നമസ്കാരം. നിലവിലുള്ള 1961 ആദായ നികുതി നിയമത്തിന് പകരമായി ഈ വർഷം ഫെബ്രുവരിയിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ആദായ നികുതി ബിൽ 2025 ഔദ്യോഗികമായി പിൻവലിച്ചതായി റിപ്പോർട്ടുണ്ട്. ബൈജയന്ത് പാണ്ഡെ അധ്യക്ഷനായ സെലക്ട് കമ്മിറ്റി നൽകിയ മിക്ക ശുപാർശകളും ഉൾപ്പെടുത്തി ആദായ നികുതി ബില്ലിന്റെ പുതിയ പതിപ്പ് നാളെ അവതരിപ്പിക്കും. നിലവിൽ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന്റെ ഭാഗമാണ് നീക്കം. അതോടൊപ്പം ബില്ലിന്റെ ഒന്നിലധികം പതിപ്പുകളുമായുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനും എല്ലാ മാറ്റങ്ങളും ഉൾപ്പെടുത്തി വ്യക്തവും പുതുക്കിയതുമായ ഒരു പതിപ്പ് നൽകുന്നതുമാണ് ആദായ നികുതി ബില്ലിന്റെ പുതിയ പതിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൂലൈ 21 സെലക്ട് കമ്മിറ്റി പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 4500-ലധികം പേജുകളുള്ള വരാനിരിക്കുന്ന ബിൽ 1961 പഴയ നിയമത്തിന് പകരമായി രൂപകൽപ്പന ചെയ്ത പുതിയ ആദായ നികുതി ബിൽ 2025 കരട് മെച്ചപ്പെടുത്തുന്നതിനുള്ള 285 നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. നിരവധി നിർദ്ദേശങ്ങളിൽ സാധാരണ നികുതിദായകർക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്ന ചിലത് വേറിട്ട് നിൽക്കുന്നതാണ് പ്രത്യേകത. പുതിയ നിയമം പാസാക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നികുതി ഘടന ലളിതമാവുകയും നിയമപരമായ ആശയക്കുഴപ്പം കുറയ്ക്കുകയും വ്യക്തിഗത നികുതിദായകരെയും MSMEകളെ അനാവശ്യമായ വ്യവഹാരങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് പാർലമെന്റിലെ സെലക്ട് കമ്മിറ്റി അധ്യക്ഷൻ ബൈജയന്ത് പാണ്ഡെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. സങ്കീർണമായ നികുതി ഘടകങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമം, സാമ്പത്തിക വൈദഗ്ധ്യം പലപ്പോഴും ഇല്ലാത്ത ചെറുകിട ബിസിനസ് ഉടമകളും MSMEകളുമായിരിക്കും ഈ ലളിതവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് സംരംഭകരെ സംബന്ധിച്ച് ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ്. രാജ്യത്തെ തൊഴിലാളികൾക്കും മധ്യവർഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും നേരിട്ടുള്ള നികുതിയുടെ അധികഭാരം ചുമത്തുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന നീതിയുക്തമായ ഒരു നേരിട്ടുള്ള നികുതി സംവിധാനം സൃഷ്ടിക്കുന്നതിൽ പുതിയ നടപടികൾ സുപ്രധാന പങ്ക് വഹിക്കുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള ആദ്യ പടിയൊന്നോണമാണ് ആദായ നികുതി ബിൽ പുതിയതായി അവതരിപ്പിക്കുന്നത്. നേരത്തെ 1961 ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 87A പ്രകാരം നികുതി ഇളവ് ക്ലെയിം ചെയ്യുന്നതിനുള്ള വരുമാന പരിധി 2025 ധനകാര്യ നിയമത്തിലെ സെക്ഷൻ 115BACയിലെ പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം നികുതി നൽകേണ്ട വ്യക്തിക്ക് 7 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപയായി ഉയർത്തിയിരുന്നു. ഒപ്പം പരമാവധി റിബേറ്റ് തുക 25,000 രൂപയിൽ നിന്ന് 60,000 രൂപയായും ഉയർത്തിയിരുന്നു. പുതിയ നികുതി വ്യവസ്ഥയിൽ നേരത്തെ നൽകിയിരുന്നത് പോലെ 12 ലക്ഷം രൂപയിൽ കൂടുതലുള്ള വരുമാനത്തിന് നാമമാത്രമായ ഇളവ് ബാധകമാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുതിയ ആദായ നികുതി ബിൽ സാധാരണ പൗരന്മാർക്കും ചെറുകിട ബിസിനസ്സുകൾക്കും നികുതി ഫയൽ ചെയ്യുക എന്നത് എളുപ്പമുള്ള ജോലിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പല നികുതിദായകർക്കും TDS അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TCS ടാക്സ് കളക്ട് അറ്റ് സോഴ്സ് എന്നിവയ്ക്കുള്ള റീഫണ്ട് ലഭിക്കുന്നതിൽ നീണ്ട കാലതാമസം നേരിടുന്നതായി നിലവിൽ പരാതി വ്യാപകമാണ്. ഈ സാഹചര്യത്തിൽ റീഫണ്ട് പ്രക്രിയ വേഗത്തിലും എളുപ്പത്തിലും കൂടുതൽ സുതാര്യമാക്കണമെന്നും കമ്മിറ്റി നിർദ്ദേശം നൽകുന്നുണ്ട്. മാത്രമല്ല, രാജ്യത്തെ സത്യസന്ധരായ നികുതിദായകർക്കുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ എൻഫോഴ്സ്മെന്റ് വിത്ത് എംപതി എന്ന നയത്തിന് കീഴിലാണ് പുതിയ നിയമങ്ങൾ തയ്യാറാക്കുന്നതെന്ന് നേരത്തെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.